ഭരണം മാറിയതറിയാത്ത പോലീസുകാർ ഇപ്പോഴുമുണ്ട് കേരളത്തിൽ. ഇത് പറയുന്നത് മറ്റാരുമല്ല, UDF സർക്കാരിലെ ആരോഗ്യമന്ത്രിയായ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരനാണ്. ഭരണത്തിലേറി 3 മാസം കഴിഞ്ഞിട്ടും ഇത്തരം പോലീസുകാരോ ഉദ്യോഗസ്ഥരോ ഉണ്ടെങ്കിൽ അത് UDF ഗൗരവമായി തന്നെ കാണേണ്ട കാര്യമാണ്. എന്താണ് കെ മുരളീധരനെ പോലൊരു നേതാവിനെ കൊണ്ട് ഇങ്ങനെ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചത്? അത് ഇന്നലെ നടന്നൊരു ഞെട്ടിക്കുന്ന സംഭവമാണ്. ED ആക്രമിച്ച കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ CPM-കാരായ പ്രതികൾ എല്ലാ ശനിയാഴ്ചയും സ്റ്റേഷനിലെത്തി ഒപ്പിടണമെന്നാണ് ജാമ്യ വ്യവസ്ഥ. കഴിഞ്ഞ ദിവസം പ്രതികൾ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാനെത്തി. പിന്നാലെ അവിടെ സംഘടിപ്പിച്ചിരുന്ന ഓണാഘോഷ പരിപാടിയിൽ 20ഓളം പ്രതികൾ ആടിത്തിമിർത്തതാണ് കണ്ടത്. CPM പ്രാദേശിക നേതാവായ IP ബിനു ഉൾപ്പെടെയുള്ള പ്രതികളാണ് സ്റ്റേഷനിൽ കയറി ഓണം ആഘോഷിച്ചത്. ഒപ്പിട്ട് പുറത്തിറങ്ങിയ പ്രതികൾ സ്റ്റേഷന് മുന്നിലുള്ള ഊഞ്ഞാലാടിയും ചെണ്ട കൊട്ടിയും ഒക്കെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന കാഴ്ച. എന്നിട്ട് ഈ ആഘോഷങ്ങളുടെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയകളിൽ റീൽസും ഇറക്കാൻ ധൈര്യം കാണിച്ചു എന്നതാണ്. ഊഞ്ഞാൽ കണ്ടാൽ ഒന്ന് ആടിയില്ലെങ്കിൽ പിന്നെ എന്തോണം എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയ്ക്ക് ബിനു വിട്ട കുറിപ്പ്. അവിടെയും തീരുന്നില്ല. പോലീസുകാരുടെ ഓണാഘോഷ വേഷത്തിൽ തന്നെയാണ് ബിനു ഒപ്പിടാനായിട്ട് സ്റ്റേഷനിൽ എത്തുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്ന് നോക്കുമ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പോലീസുകാർ തന്നെ ബിനുവിന് ഓണക്കോടി വാങ്ങിച്ചു കൊടുത്തു എന്നാണ്. സ്റ്റേഷനിലെ ഒരു കോൺസ്റ്റബിൾ ആണ് ബിനുവിന് വസ്ത്രം നൽകിയത്. അപ്പോൾ പോലീസിന്റെ ക്ഷണം അനുസരിച്ചാണ് ബിനുവും കൂട്ടുപ്രതികളും ഓണാഘോഷത്തിന് എത്തിയതെന്ന് ചുരുക്കം. സ്റ്റേഷന്റെ ചുമതല വഹിക്കുന്ന ഇൻസ്പെക്ടർ R പ്രശാന്തിന്റെ അറിവോടെയാണ് പ്രതികൾ ആഘോഷത്തിൽ പങ്കെടുത്തതെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. ആരാണ് ഈ പ്രശാന്ത് എന്നറിയുമ്പോഴാണ് ഇതിന്റെ കിടപ്പുവശം മനസ്സിലാവുക. സേനയിലെ ഇടതു സംഘടനാ നേതാവാണ് പ്രശാന്ത്. ED ആക്രമണ കേസിൽ സർക്കാർ നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ അംഗവുമായിരുന്നു. ഇയാളെ കഴിഞ്ഞ ദിവസം സർക്കാർ തൃശൂർ ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റി. സ്റ്റേഷൻ ചുമതല ഒഴിയാനിരിക്കെയാണ് ഓണാഘോഷം അവിടെ നടന്നത്. അപ്പോൾ പിന്നെ പാർട്ടി സ്നേഹം കാണിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചതാണോ പ്രശാന്ത്? പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. അതുതന്നെയാണ് സ്പെഷ്യൽ ബ്രാഞ്ചും കണ്ടെത്തിയിരിക്കുന്നത്. പ്രതികൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നത് SHO സ്റ്റേഷനിൽ ഉള്ളപ്പോൾ തന്നെയാണ് എന്ന കണ്ടെത്തൽ സത്യത്തിൽ അമ്പരപ്പിക്കുന്നതാണ്. പോലീസിന്റെ പങ്കിനെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളാണിവർ. അവർ സ്റ്റേഷനിലെത്തി സർവ്വ സ്വാതന്ത്ര്യത്തോടെ പെരുമാറുക എന്ന് പറഞ്ഞാൽ ഞെട്ടാതെ എന്ത് ചെയ്യും? ഇതാണോ മൈ പോലീസ് സ്റ്റേഷൻ കൊണ്ട് ചെന്നിത്തല ഉദ്ദേശിച്ചത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. പരാതി പറയാൻ സ്റ്റേഷനിലെത്തുന്ന സാധാരണക്കാരനോടുള്ള പെരുമാറ്റമാണ് മൈ പോലീസ് സ്റ്റേഷനിലൂടെ മാറ്റിയെടുക്കാൻ ആഭ്യന്തരമന്ത്രി ഉദ്ദേശിച്ചത്. ഇവിടെ പ്രതികളെ ചേർത്ത് പിടിക്കുന്ന പോലീസിനെയാണ് കേരളം കാണുന്നത്. പോലീസ് മാറേണ്ടത് അനിവാര്യമാണ് എന്നതിൽ തർക്കമില്ല. കാരണം സ്റ്റേഷൻ മർദ്ദനങ്ങളും കസ്റ്റഡി മരണങ്ങളും എല്ലാ കാലത്തും അതാത് സർക്കാരുകളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിഷയങ്ങളാണ്. അത് അവസാനിപ്പിച്ചേ മതിയാകൂ. പക്ഷേ അതേസമയം തന്നെ കുറ്റവാളികൾ പഴയതുപോലെ പോലീസ് സ്റ്റേഷനുകളിൽ കയറി വിലസുന്നതും അംഗീകരിക്കാനാകാത്ത കാര്യമാണ്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടായപ്പോൾ ശക്തമായ വിമർശനം ഉന്നയിച്ചവരാണ് UDF. മൈ പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടന വേദിയിൽ മുരളീധരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇരകളോട് പുതിയ പോലീസായും കുറ്റവാളികളോട് പഴയ പോലീസായും പെരുമാറണമെന്നായിരുന്നു അത് തികച്ചും ശരിയായിരുന്നു എന്നാണ് ഇന്നലത്തെ സംഭവങ്ങൾ തെളിയിക്കുന്നത്. വിഷയത്തിൽ ശക്തമായ നടപടി ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് കേരളം വിശ്വസിക്കുന്നത്. കാരണം സേനയിലെ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾക്കെതിരെ ശക്തമായ നടപടിയുമായി ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോകുന്ന കാലമാണ്. പോലീസ് സ്റ്റേഷനുകളെ പ്രതികളും ഗുണ്ടകളും നിയന്ത്രിക്കുന്ന കാലം ഇനി ഉണ്ടാകില്ലെന്നാണ് ചെന്നിത്തല നൽകിയ വാക്ക്. അത് പാലിക്കപ്പെടുക തന്നെ വേണം. ഊഞ്ഞാലാടും ചെണ്ട കൊട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് ഭരണം മാറിയത് അറിയാത്ത ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഉണ്ട് പോലീസ്. അതിൻ്റെ ദോഷം അത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നടപടി പോലീസ് സ്വീകരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇദ്ദേഹത്തിന് മുണ്ടും ഷർട്ടും വാങ്ങിച്ചു കൊടുത്ത പോലീസുകാർ വരെയുണ്ട്. അതാ പറഞ്ഞത്, ഭരണം മാറിയത് അറിയാത്ത ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കോൺഗ്രസ്സുകാർ സ്റ്റേഷനിലിട്ട് തല്ലിയ വിദ്വാനാണ് ഈ ആഘോഷത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ശക്തി. ഞാൻ ഈ കാര്യത്തിൽ ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല. കാരണം EDയോട് ഞങ്ങൾക്ക് എല്ലായിടത്തും ഒരേ നിലപാടാണ്. ED എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി കേന്ദ്രത്തിൻ്റെ ഇടപെടൽ നടത്തുന്നൊരു സ്ഥാപനമാണ്. അതുകൊണ്ട് EDയുടെ ഒരു നിലപാടിനെയും കോൺഗ്രസ് അനുകൂലിക്കുന്നില്ല. അതുകൊണ്ട് ഈ കേസിൽ ഞങ്ങൾ ഇടപെടുന്നില്ല. അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ED പുറത്തുവിട്ട ഈ വീണയ്ക്കെതിരെ പുറത്തുവിട്ട ഈ വാർത്താക്കുറിപ്പ് താങ്കൾ അത് വിശ്വസിക്കുന്നില്ല എന്നാണോ? വിശ്വസിക്കാഞ്ഞിട്ടല്ല, ഞങ്ങളത് അന്ന് പറഞ്ഞ കാര്യമാണ്. പക്ഷെ അത് ED അന്വേഷിക്കുമ്പോൾ അതിനെ ഞങ്ങൾ അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല. EDയെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. സംസ്ഥാന സർക്കാർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിലപാടെടുക്കുന്നല്ലാതെ EDയോട് ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ഒരേ നിലപാട് തന്നെയാണ്. ഈ ED കേസിലെ റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ട്
അക്രമത്തിൽ പങ്കെടുത്ത പ്രതികൾ ആ. ഇന്നലെ ഇവിടുത്തെ ഒരു IP മെനു ഉൾപ്പെടെയുള്ളവർ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അത് ഊഞ്ഞാലാടുകയും ചെണ്ട കൊട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് ഭരണം മാറിയത് അറിയാത്ത ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഉണ്ട് പോലീസ്. അതിൻ്റെ ദോഷമാണ് അത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് നടപടി പോലീസ് സ്വീകരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇദ്ദേഹത്തിന് മുണ്ടും ഷർട്ടും വാങ്ങിച്ചു കൊടുത്ത പോലീസുകാർ വരെയുണ്ട്. അതാ പറഞ്ഞത്, ഭരണം മാറിയത് അറിയാത്ത ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കോൺഗ്രസ്സുകാർ സ്റ്റേഷനിലിട്ട് തല്ലിയ വിദ്വാനാണ് ഈ ആഘോഷത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ശക്തി. ഞാൻ പേര് പറയും, മന്ത്രി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് പറഞ്ഞത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹം മ്യൂസിയം സ്റ്റേഷനിൽ കോൺഗ്രസ്സുകാരെ തല്ലുന്ന ജോലിയായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം. ആ വിദ്വാനാണ് ആഘോഷത്തിൻ്റെ പിന്നിൽ. ആ വിദ്വാൻ പറഞ്ഞിട്ടാണ് ഈ പഴയ കൗൺസിലർക്ക് മുണ്ടും ഷർട്ടൊക്കെ വാങ്ങിക്കൊടുത്തത്. അത് ഏതായാലും ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ട് LDF അത് അവർ തീർത്തോട്ടെ, ഞങ്ങൾക്ക് അതിൽ പങ്കില്ല.